ദക്ഷിണ യമനിൽ അഭിമാനിയായ ഒരു ഭരണാധികാരി ജീവിച്ചിരുന്നു. അബസീനിയ രാജാവിന്റെ കീഴിലുള്ള ഗവർണറായിരുന്ന അബ്രഹത്ത് എന്നവർ. അദ്ദേഹം സനായിൽ ഒരു മഹത്തായ ദേവാലയം പണിതു. സ്വർണ്ണ മേൽക്കൂരകൾ, മാർബിൾ കൊണ്ടുള്ള തൂണുകൾ, ഭംഗിയാർന്ന അലങ്കാരങ്ങൾ. കഅബയിലേക്ക് ഹിജ്റ പോയിരുന്ന അറബികൾ ഇനി തന്റെ ദേവാലയത്തെ പുതിയ ആരാധന കേന്ദ്രമാക്കണമെന്നായിരുന്നു അബ്രഹത്തിന്റെ മോഹം. എന്നാൽ അറബികൾ അത് അവഗണിച്ചപ്പോൾ അബ്രഹത്തിന്റെ അഭിമാനം കത്തിത്തുടങ്ങി. കോപത്താൽ അബ്രഹത്ത് വാളുയർത്തിക്കൊണ്ട് ഇങ്ങനെ സത്യം ചെയ്തു: താൻ മക്കയിലേക്ക് കുതിച്ചു ചെന്നുകൊണ്ട് കഅബയെ നശിപ്പിക്കുമെന്ന്. അഹങ്കാരം നിറഞ്ഞ ഹൃദയത്തോടെ അബ്രഹത്ത് ഒരു വമ്പിച്ച സൈന്യത്തെ കൂട്ടിച്ചേർത്തു. ആനകളുടെ നേതൃത്വത്തിലുള്ള ഒരു സൈന്യം. അറബികൾ ഒരിക്കലും കാണാത്ത ജീവികൾ. അതിൽ ഒരു മഹത്തായ ആനയും ഉണ്ടായിരുന്നു. സൈന്യം വടക്കോട്ട് മുന്നേറുമ്പോൾ മരുഭൂമി അവരുടെ കാൽപ്പാടുകൾക്ക് കീഴിൽ വിറച്ചു. മഴയിലുണ്ടായിരുന്ന ഗോത്രങ്ങൾ പ്രതിരോധിക്കാൻ ശ്രമിച്ചുവെങ്കിലും അബ്രഹത്തിന്റെ ശക്തിക്ക് മുമ്പിൽ അവർ തകർന്നുപോയി. അബ്രഹത്തിന്റെ വരവിന്റെ വാർത്ത ഒരു കൊടുങ്കാറ്റ് പോലെ അറേബ്യ മുഴുവൻ പടർന്നു. അബ്രഹത്ത് മക്കയുടെ അതിർത്തിയിലെത്തിയപ്പോൾ ഖുറൈശികളുടെ സമ്പത്ത് പിടിച്ചെടുത്തു. അതിൽ കഅബയുടെ പരിപാലകനായിരുന്ന അബ്ദുൽ മുത്തലിബിന്റെ 200 ഒട്ടകങ്ങളും ഉണ്ടായിരുന്നു. അബ്രഹത്ത് അബ്ദുൽ മുത്തലിബിനെ വിളിച്ചു വരുത്തി. ഭയം പ്രതീക്ഷിച്ചെങ്കിലും അവൻ കണ്ടത് മഹത്വം തന്നെയായിരുന്നു. ഖുറൈശികളുടെ നേതാവ് സമാധാനത്തോടെ നിന്നു. മഹത്വം നിറഞ്ഞ മുഖം, ബഹുമാനം നിർബന്ധിപ്പിക്കുന്ന സാന്നിധ്യം. അബ്രഹത്ത് തന്റെ സിംഹാസനത്തിൽ നിന്നും ഇറങ്ങി വന്ന് അദ്ദേഹത്തിന്റെ പക്കലിരുന്നു. ഒരു വിവർത്തകൻ മുഖേന ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ആവശ്യമെന്ന്. അപ്പോൾ അബ്ദുൽ മുത്തലിബ് സമാധാനത്തോടെ മറുപടി പറഞ്ഞു: നിങ്ങൾ പിടിച്ചു വെച്ച എന്റെ ഒട്ടകങ്ങളെ തിരിച്ചു നേടാനാണ് ഞാൻ വന്നതെന്ന്. അബ്രഹത്ത് അത്ഭുതപ്പെട്ടു. നിന്റെ സാന്നിധ്യം എന്നെ ആകർഷിച്ചു. പക്ഷേ ഞാൻ നിന്റെ വിശുദ്ധ ഭവനത്തെ നശിപ്പിക്കാൻ വരുമ്പോൾ നീ നിന്റെ ഒട്ടകങ്ങളെ കുറിച്ചാണോ ചോദിക്കുന്നത്? അപ്പോൾ അബ്ദുൽ മുത്തലിബ് അചഞ്ചലമായ വിശ്വാസത്തോടെ പറഞ്ഞു: ഒട്ടകങ്ങളുടെ ഉടമ ഞാൻ തന്നെയാണ്. എന്നാൽ ആ ഭവനത്തിന് ഒരു രക്ഷിതാവുണ്ട്. അവൻ അതിനെ സംരക്ഷിച്ചു കൊള്ളുമെന്ന്. സുബ്ഹാനല്ലാഹ്. ആ വാക്കുകൾ കാലങ്ങളിലൂടെ മുഴങ്ങിക്കേട്ടു. അബ്ദുൽ മുത്തലിബ് മക്കയിലേക്ക് മടങ്ങിപ്പോയി. തന്റെ ജനങ്ങളെയെല്ലാം ഒന്നിച്ചു കൂട്ടി. പർവ്വതങ്ങളിലേക്ക് സുരക്ഷ നേടാൻ പറഞ്ഞു. അല്ലാഹു തന്റെ വിശുദ്ധ ഭവനത്തെ സംരക്ഷിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടെ അവരെല്ലാവരും പർവ്വതങ്ങളിലേക്ക് അഭയം പ്രാപിച്ചു. പ്രഭാതം ഉദിച്ചു. വായു നിശബ്ദം. അബ്രഹത്തിന്റെ സൈന്യം കഅബയിലേക്ക് നീങ്ങി തുടങ്ങിയപ്പോൾ മഹത്തായ ആന മാത്രം മുന്നോട്ടു നീങ്ങാൻ വിസമ്മതിച്ചു. യമനിലേക്ക് തിരിക്കുമ്പോൾ അത് നടക്കുന്നു. എന്നാൽ മക്കയിലേക്ക് തിരിക്കുമ്പോൾ അത് മുട്ടുകുത്തി. അവർ അപ്പോൾ അതിനെ അടിച്ചു, ആർത്തു വിളിച്ചു. എന്നാൽ അത് അനങ്ങാൻ തയ്യാറായില്ല. അപ്പോൾ മേഘം കറുത്തിരുണ്ടു തുടങ്ങി. ഇരുണ്ട മേഘങ്ങൾക്ക് പിന്നിൽ അനവധി ചെറുപക്ഷികൾ പ്രത്യക്ഷപ്പെട്ടു. ഓരോ പക്ഷികളും 3 കല്ലുകൾ വഹിച്ചു. ഒരെണ്ണം തന്റെ കൊക്കിലും മറ്റു 2 എണ്ണം തന്റെ കാൽകൾക്ക് കീഴിലും. ചുട്ടു പഴുപ്പിച്ച മണ്ണ് കൊണ്ടുള്ള കല്ലുകൾ. അല്ലാഹു ഇങ്ങനെ വെളിപ്പെടുത്തി: അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ. ആനക്കാരോട് നിന്റെ രക്ഷിതാവ് ചെയ്തത് നീ കണ്ടില്ലേ? അവരുടെ
പദ്ധതികളെ നാം പരാജയപ്പെടുത്തിയില്ലെന്നും അവരുടെ മേൽ കൂട്ടം കൂട്ടമായ പക്ഷികളെ ഇറക്കി ചുട്ടുപഴുപ്പിച്ച മണ്ണുകൊണ്ടുള്ള കല്ലുകളെ കൊണ്ട് അവരെ എറിഞ്ഞു. തിന്നുകളഞ്ഞ പുല്ലുകളെ പോലെ അവരെ നാം ആക്കി. അള്ളാഹു നമ്മോട് ഇങ്ങനെയാണ് പറയുന്നത്: സൈനികർ ഓരോന്നായി വീണു തുടങ്ങി. ഭൂമിയിലെ ഏറ്റവും ശക്തമായ സൈന്യം ഒരു വാള് പോലും വീശാതെ തോറ്റുപോയി. ഖുറൈശികൾ അവർക്കെതിരെ കൈകൾ ഉയർത്തിയില്ല. അള്ളാഹുവിന്റെ നീതിക്ക് മുമ്പിൽ അഹങ്കാരം ഉരുകിയൊലിച്ചു. അബരഹത്ത് പരിക്കേറ്റവനും അപമാനിതനായിക്കൊണ്ട് യമനിലേക്ക് മടങ്ങിപ്പോയി. അവന്റെ ശരീരം നശിച്ചുകൊണ്ടേയിരുന്നു. സൃഷ്ടാവിന്റെ ഇച്ഛയ്ക്ക് വിരുദ്ധമായി നിൽക്കുന്നവർക്കുള്ള ഒരു പാഠമാണിത്. ആനയുടെ വർഷം, ആമുൽ ഫീൽ എന്ന് ആ വർഷം അറിയപ്പെട്ടു. അന്നേ വർഷം തന്നെ റബീഉൽ അവ്വൽ മാസത്തിൽ അതിലും വലിയൊരു അത്ഭുതം സംഭവിച്ചു. മക്കയിലെ ലളിതമായൊരു വീട്ടിൽ ശുദ്ധിയും സമാധാനവും നിറഞ്ഞ ഒരു സ്ത്രീ തന്റെ രക്ഷിതാവിൽ നിന്നുള്ള കാരുണ്യം ഇറങ്ങി വരുന്നത് അനുഭവിച്ചു. അവർ ഒരു പ്രകാശം കണ്ടു. സിറിയയിലെ ബുസ്ര കൊട്ടാരങ്ങൾ വരെ പ്രകാശിപ്പിക്കുന്ന അത്ര വെളിച്ചം. അതെ, അവർ ഒരു കുഞ്ഞിന് ജന്മം നൽകി. മുഹമ്മദ് ബിൻ അബ്ദുല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കുഞ്ഞ് ശുദ്ധനും സമാധാനപരനുമായിരുന്നു. ആ മുറിയിൽ അവർ കസ്തൂരിയുടെ സുഗന്ധം നിറച്ചു. ആ കുഞ്ഞിക്കൈകൾ ആകാശത്തേക്ക് ഉയർന്നു. അഹങ്കാരത്തിന്റെ നാശം കണ്ട ലോകം ഇപ്പോൾ കാരുണ്യം ജനിക്കുന്നതായി കണ്ടു.